ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ലീഫ് പ്ലാന്റാണ് ഇത്. നല്ല ഭംഗിയുള്ള പോണി ടെയിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പോട്ടിങ് ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ഇത്തിരി ദിവസമായി. അപ്പോൾ ഇതൊന്ന് പോട്ട് ചെയ്യണം മാറ്റി. അപ്പോൾ അതിനെ പറ്റിയായിട്ട് ഇന്നൊരു വീഡിയോ, അതിൻ്റെ കെയറിങ്ങും ഒക്കെ ആയിട്ടാണ്. എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇത് ചട്ടിയിലും വെച്ച് വളർത്താം, നിലത്തും വയ്ക്കാം. ഇത് ഇതിൻ്റെ ചുവട് ഭാഗം നല്ല ഭംഗിയായിട്ട് അടീനിയത്തിൻ്റെയൊക്കെ ചുവട് വരും കണക്കാണ് ഇത് പറഞ്ഞത്. കണ്ട നല്ല ഭംഗിയായിട്ട് വരും. അതിൻ്റെ കോഡക്സ് നല്ല ഉരുണ്ടിട്ട് വരും. അതാണ് എൻ്റെ പ്രത്യേകത. കണ്ട അതിൻ്റെ ചുവട്. ഇത് നിലത്ത് വെച്ചാലും, നിലത്ത് വയ്ക്കാൻ സ്ഥലമുള്ളവർ നിലത്ത് വെച്ച് കൊടുക്കണതാണ് ഭംഗി. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ എല്ലാം മിക്ക സ്ഥലങ്ങളിലുണ്ട് ഈ പ്ലാന്റ്. നല്ല ഭംഗിയായിട്ട് വളർന്നു വരും. ചട്ടിയിലാണ് വെക്കുന്നതനുസരിച്ച് ഇത് വളരുന്നതനുസരിച്ച്, ഇതിൻ്റെ ചുവട് വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ പോട്ട് മാറ്റി കൊടുക്കണം. എന്നാൽ നല്ല ഭംഗിയായിട്ട് പ്ലാന്റ് വളരുള്ളൂ. ഇതിൽ വലിയ കെയറിങ് ഒന്നും വേണ്ടാത്ത പ്ലാന്റാണ്. ഒരു പരിചരണവും വേണ്ട. ഇത് നട്ടിട്ട് ഇതിന് നല്ല വെയിലുള്ള ഭാഗത്ത്, ഓവറായിട്ടുള്ള വെയിലല്ല എന്നാലും ഒരുവിധം വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചേക്കണം. ഈ പ്ലാന്റ് ഞാൻ വെളിയിൽ ചെറിയ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെയിലില്ലാത്ത ഷെയ്ഡ് ഇരുന്ന പ്ലാന്റാണ്. രണ്ടും ഒരുപോലെ ഇരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ വ്യത്യാസം കണ്ട, ഇതങ്ങ് വളർച്ചയില്ല, മുരടിച്ച് ആ ലീഫിന് ഒരു ഭംഗിയില്ലാതെ അങ്ങ് ആയിപ്പോയി. ഇത് നല്ല ഭംഗി, നല്ല ലീഫ്, നല്ല കളറുമായിട്ട് നല്ല ഗ്രീനിൽ തന്നെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് പുറത്ത് വെയിലും മഴയും എല്ലാം കൊള്ളണ ഭാഗത്താണ് ഈ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചട്ടി ഞാൻ വാങ്ങിച്ച അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ചെറിയ പോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വലിയ പോട്ടിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അത് മാറ്റി നടാൻ വേണ്ടിയിട്ട് പോട്ടി മിക്സായിട്ട് നമുക്ക് വേണ്ടത് വെറും മണ്ണ്, മണൽ, അല്പം ചാണകപ്പൊടി, വേറെ ഒന്നും ഇതിനെടുത്തിട്ടില്ല. അതിന് വളമായിട്ടൊന്നും പ്രത്യേകിച്ച് വേറെ ഇതൊന്നും വേണ്ട. ഇത് നമുക്ക് നിലത്തായാലും വയ്ക്കാം, ചട്ടിയിലും വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഇതുമില്ല. കട്ടയായിട്ട് കിട്ടണ മണ്ണായാലും ഒരു കുഴപ്പമില്ല. ഈ ചെടി നന്നായിട്ട് വളർന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പോട്ടെടുത്ത് നമുക്ക് ഇതൊന്ന് മാറ്റി. പോട്ടിൽ ഞാൻ കാൽഭാഗത്തോളം കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം, ഇത് വലിയ ഹോളായതുകൊണ്ട് കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി നടാം. ആ ചെറിയ ചട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വേര് കൊണ്ട് തിങ്ങി നിറയെ വേരായിട്ടുണ്ട്. അതിൻ്റെ റൂട്ടൊക്കെ വന്ന് കണ്ട നല്ല ഇതായിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് വേറെ ചട്ടിയിൽ മാറ്റി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് നന്നായിട്ട് വളരും. പിന്നെ നമ്മൾ ചട്ടിയിൽ വയ്ക്കണത് കാരണം ഇതിന് എപ്പോഴും ഒരുപാട് വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ കെട്ടി നിൽക്കാൻ പാടില്ല. ഓവറായിട്ട് വെള്ളം കെട്ടി നിന്നാൽ ഇതിൻ്റെ പ്രോഡക്ട്സ് അഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. എന്നും നമുക്ക് വെള്ളം കൊടുക്കണമെന്നും ഇല്ല. വല്ലപ്പോഴും 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പം നനവ് നോക്കിയിട്ട് മാത്രം ഇതിന് വെള്ളം കൊടുക്കുന്നതാണ് നല്ലത്. വെയിൽ വേണം, ഓവറായിട്ട് വെയിൽ വേണ്ട, എന്നാലും വെയിൽ വേണം. പിന്നെ നമുക്ക് ഈ ചെടിക്ക് വളമായിട്ട് വേറെ വളമൊന്നും പ്രത്യേകിച്ച് കൊടുക്കണ്ട. എന്നാലും ഒരു മാസം കൂടുമ്പം, മാസത്തിലൊരിക്കൊക്കെ ചാണകപ്പൊടി ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. പിന്നെ ഈ ചെടി ഇത് വളർന്നതനുസരിച്ച് നമുക്ക് പോട്ട് മാറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നല്ല ഭംഗിയായിരിക്കും. വലിയ ചട്ടിയിൽ ഇപ്പോഴൊന്നും ഇങ്ങനത്തെ ചെറിയ ചട്ടി നമുക്ക് ഇങ്ങനത്തെ ചട്ടിയിൽ തന്നെ വയ്ക്കണതാണ് നല്ലത്. വളരുന്നതനുസരിച്ച് മാത്രം ഇതിൻ്റെ ചുവട്, ഇതിൻ്റെ ഭാഗം നല്ല വലുതായി വീർത്ത് വലിയ ഇതായിട്ട് വരും. അതനുസരിച്ച് അതാണ് ഭംഗി. അതും ഈ പച്ച ലീഫും കൂടെ വരുമ്പോഴാണ് ഭംഗി. അതനുസരിച്ച് നമ്മൾ ഇതിൽ മണ്ണ് നമ്മളെടുത്തിട്ടുള്ള പോട്ടി മിക്സ് തികഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം. എപ്പോഴും ഇട്ടാൽ ഇത് നമ്മൾ പോട്ട് ചെയ്യണ സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളണം. ഇതിൻ്റെ ഈ കോഡക്സ് മണ്ണിനടിയിൽ പോകാൻ പാടില്ല. നമ്മൾ അടീനിയം പ്ലാന്റ് പോലെ തന്നെയാണ്. ഇത് ശ്രദ്ധിച്ചോണം. ഇത് പുറത്ത് തന്നെ നല്ലതായിട്ട് നിൽക്കണം. എന്നാലേ എൻ്റെ ഭംഗിയുള്ളൂ, നന്നായിട്ട് വളരുള്ളൂ, അഴുകി പോകാതിരിക്കുള്ളൂ എൻ്റെ ചുവട്. ഇപ്പോൾ കൂട്ടുകാർക്ക് പ്ലാന്റ് ഇഷ്ടമായ ഒന്ന് ലൈക്ക്, കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം. ആരെയൊക്കെ കയ്യിലുണ്ടെന്നൊക്കെ ഒന്ന് പറയണം. അപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള, എല്ലാവരും വാങ്ങിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നൊരു പ്ലാന്റാണ്. വലിയ കെയർ ഒന്നുമില്ലാതെ എല്ലാവർക്കും വളർത്താൻ പറ്റാവുന്ന ഒരു പ്ലാന്റാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.